Is Palm Beach Pete ready? Jeffrey Epstein? സോ പാം ബീച്ച് പി ഒഫീഷ്യലി നമ്മുടെ മേയറിന് വേണ്ടി റൺ ചെയ്യുവാണ്. ജെഫ്രി എപ്സ്റ്റീൻ ഇനി മുതൽ മേയർ ആവാനായിട്ട് റൺ ചെയ്യുവാണ്. പബ്ലിസിറ്റി കിട്ടിയെന്ന് കരുതി മേയർ ആവണോ? പുള്ളിയുടെ DNA ഇറങ്ങി എന്ന് പറയുന്നത് മനഃപൂർവ്വം ഇനി ഗവൺമെന്റ് പുറത്തുവിടാത്തതാണ്. ജെഫ്രി എപ്സ്റ്റീൻ്റെ ലുക്ക് ലൈക്ക് ആയിട്ടുള്ള ഒരു പുള്ളി ഓൾ ഓഫ് എ സഡൻ പുള്ളിയുടെ ആ ഒരു സംഭവം എല്ലാം നടക്കുമ്പോഴത്തേനും ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് ഒരു പുള്ളീനെ ഇതുപോലെ വണ്ടി ഓടിച്ച് കാണപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് പുള്ളി എന്താ പറയുന്നത്, വേഷം മാറി വന്ന ജെഫ്രി എപ്സ്റ്റീൻ ആണോ അതോ ഈ റിയൽട്ര എന്ന് പറയുന്ന പാം ബീച്ച് തന്നെയാണോ? പുള്ളിയുടെ സോഷ്യൽ മീഡിയ സീറോയിൽ നിന്ന് ബുമ്മെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇപ്പോൾ എനിക്കൊന്ന് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് പുള്ളിക്കുണ്ട്. പുള്ളി ഇടുന്ന വീഡിയോസൊക്കെ ചുമ്മാ ഇടുന്ന വീഡിയോസിന് തന്നെ 1 മില്യൺ വ്യൂസാണ്. ഈവൻ മില്യണിൽ താഴെയുള്ള വീഡിയോസ് കാണാൻ ഭയങ്കര പാടാണ് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം നോക്കുവാണെങ്കിലും. അപ്പോൾ അത്രയും ഫേമസ് ആയി പുള്ളിയുടെ റീച്ച് ഇപ്പോഴും പൊക്കോണ്ടിരിക്കുകയാണ്. പുള്ളി ഇവൻ ആൾക്കാരെ അടയ്ക്കുന്ന പറയാൻ വേണ്ടി ഇപ്പോൾ റീസെൻ്റ്ലി പുള്ളി ഇട്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി മേയറിന് വേണ്ടി ഓടാൻ പോവാണ് പാം ബീച്ചിൽ. അപ്പോൾ അതിന് പുള്ളി കുറേ പ്രോമിസുകളും സംഭവം ചെയ്തേക്കുന്നതാണെങ്കിലും പുള്ളി അതൊക്കെ അത് ട്രോൾ വീഡിയോ പോലെ ഇട്ടാന്ന് തോന്നുന്നു. പുള്ളി പറയുന്നത് പിസയും സംഭവം ഉണ്ടാക്കാനായിട്ട് നല്ല വെള്ളം കിട്ടുന്നില്ല. പിസ എന്ന് പറയുമ്പോഴത്തേനും ഇങ്ങനെ ഒരു പെൺകുട്ടി നടന്നു പോകുന്നൊക്കെ അതിൽ കാണിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് റെഫറൻസും സംഭവമാണോ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ബേസിക്കലി അത് അങ്ങനെ പുള്ളി ശരിക്കും റൺ ചെയ്യാൻ ഉദ്ദേശിച്ചതാണോ അല്ലയോ, പുള്ളി ഇപ്പോൾ എന്താണ് പുള്ളിയുടെ അപ്ഡേറ്റ്, പുള്ളിയുടെ സ്റ്റാറ്റസ് എന്താണ്? പുള്ളിയുടെ ക്ലോസ് ഫ്രണ്ട്സ് ഞങ്ങളായതുകൊണ്ട് ഞങ്ങൾ തന്നെ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞിരുന്നായിരിക്കും. ബെൻസ് ബൈന്ന് സ്റ്റാർട്ട് ചെയ്യാം. പാം ബീച്ച് എന്തെടുക്കുന്നു ഇപ്പോൾ? പാം ബീച്ച് എന്തെടുക്കാനാ, അങ്ങനെ അവിടെ പാം ബീച്ചിലുണ്ടാവും ഇപ്പോൾ. അത് അറിയില്ല, അത് നമുക്ക് ഇപ്പോഴും പറയാനൊക്കത്തില്ല. പക്ഷേ ഇത് എന്താ പറയുക, ഇതിപ്പോൾ പുള്ളി മേയറിനെ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലായിരുന്നോ നമ്മൾ ഇയാൾ എയ്തർ ജസ്റ്റ് അയാൾ ഒന്നെങ്കിൽ അല്ല ഇപ്പം ജസ്റ്റ് പാം ബീച്ച് പീറ്റ് മാത്രം എപ്സ്റ്റീൻ അല്ല, അല്ലെങ്കിൽ അയാൾ ജസ്റ്റ് എന്താ നിയമത്തിന് നേരെ കൊഞ്ഞനം കുത്തുന്ന പോലത്തെ ഒരു രീതിയാണ് കാണിക്കുന്നത്. കാര്യം പറഞ്ഞാൽ പുള്ളി ഒരു DNA ടെസ്റ്റ് ഒക്കെ എടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞില്ല. അതാ സംഭവം, അതേ പറയാൻ ഒന്നുമില്ല. പക്ഷേ ടെസ്റ്റ് എടുത്തു, പക്ഷേ ഫ്ലോറിഡ ഗവൺമെന്റ് അത് പുറത്തു വിട്ടില്ല, വിടരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ന്യൂസ് കണ്ടായിരുന്നു. പക്ഷെ അത് എന്തുമാത്രം ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല. പുള്ളി തന്നെ പറയുന്നത് ഇല്ല, അത് മാത്രമല്ല റെക്കോർഡ് ഇറങ്ങിയിട്ടുണ്ട്, അത് ഉണ്ട് അതിന്റെ റിപ്പോർട്ട്. ഒരു പോഡ്കാസ്റ്റിൽ ലൈവ് ആയിട്ടാണ് പറയുന്നത് എന്റെ DNA എടുത്തോണ്ട് പോയി. അതൊരു മറ്റേ ഇതാണ് പോളിഗ്രാഫ് ടെസ്റ്റ് ചെയ്ത ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു അത്. അല്ല സോറി, പോളിഗ്രാഫ് ടെസ്റ്റ് പുള്ളി അത് നടത്തി. അത് കഴിഞ്ഞ് പിന്നെ ഈ റീസെൻ്റ്ലി ആ പയ്യൻ്റെ പേരെന്തായിരുന്നു, അവൻ്റെ പേര് ഞാൻ മറന്നു, ഒരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ട്രീമറാണ്. എയ്ഡൻ റോസ് അല്ല അലക്സ് ജോൺസ് ആണോ? അല്ല, അവൻ്റെ പേര് മറന്നു. മറ്റേ ആ മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട്. സോ ആ പയ്യൻ്റെ ഇതിൽ പോയിട്ട് പുള്ളിക്കാരൻ ഇതുപോലെ ഒരു DNA കാര്യമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഉടനെ തന്നെ വരുമെന്നൊക്കെ. ബട്ട് സ്റ്റിൽ അത് ഒഫീഷ്യലി കൺഫേംഡ് അല്ല എന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. ഇതുവരെ അങ്ങനെ അലക്സ് ജോൺസ് എന്ന് പറയുന്ന ഈ പറഞ്ഞ ഒരു മീഡിയ നടത്തുന്ന ആളാണ് തോന്നുന്നത്. അയാൾ ഒരു ഇത് പുറത്ത് കാണിച്ചിട്ടുണ്ട്, റിപ്പോർട്ടുണ്ട്. ആ ടെസ്റ്റാണ് ഗവൺമെന്റ് പുറത്ത് വിട്ടിരുന്നുള്ള റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു ഇയാളൊരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് ലബോറട്ടറിയിൽ കൊടുത്ത സാധനം അത് പുറത്ത് വിട്ടിരുന്നെന്ന് ഗവൺമെന്റ് തന്നെ അങ്ങനെ പറയാൻ അവകാശമുള്ളതെന്ന് അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. പുള്ളിയാണെങ്കിൽ അപ്പം മുങ്ങുവാന്ന് പറയുകയും ചെയ്തു. അതൊക്കെ ഞാൻ കണ്ടു, പക്ഷെ അത് മാത്രം ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ മറ്റേ ആ പോളിഗ്രാഫ് ടെസ്റ്റ് ചെയ്തേണ്ട ഇതായിരുന്നു. അതിൽ കുറെ ക്വസ്റ്റ്യൻ പുള്ളിയോട് ചോദിക്കുന്നുണ്ട്. സോ അപ്പോൾ അതിൽ കുറെ എണ്ണത്തിൽ പുള്ളി ഫെയിൽ ആയിട്ട്. റിയൽ ആയിരുന്നു ഈ പോളിഗ്രാഫ് ടെസ്റ്റ് ചെയ്യുന്നത്. പോളിഗ്രാഫ് ടെസ്റ്റ് നമുക്ക് 100% കൺഫേം ചെയ്യാൻ പറ്റത്തില്ല അത് ട്രൂത്ത് ആണെന്നുള്ള കാര്യം. പക്ഷെ അതാ പറഞ്ഞത്, അത് അവിടെ വന്നിരുന്ന അയാൾക്ക് എന്ത് വേണമെങ്കിലും കാണിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാലോ. അയാൾ ശരിക്കും മോക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളെ വീഡിയോയിൽ പറഞ്ഞു കേട്ടില്ലേ, പിസ്സ ബേഗൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ 2016 ഒരു പിസ്സ ഗേറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പിസ്സ പാർലറിൽ നിന്ന് എന്താ അതിന്റെ മറവിൽ ഇത് കടത്ത് നടത്തുക, പിള്ളേരെ കൊണ്ടുപോകുക. അത് മാത്രമല്ല ഈ എപ്സ്റ്റീൻ ടേസ്റ്റി പിസ്സ അങ്ങനെ കുറേ സാധനം പിസ്സ എന്നുള്ളത് വേറെ എന്തോ റെഫറൻസിന് പകരമാണ് വെക്കുന്നതെന്നുള്ള സംഭവം ഉണ്ടായിരുന്നു ഓൾറെഡി. ഇതിപ്പോൾ പലരും വിശ്വസിക്കാതിരുന്നവർ പോലും ഇപ്പോൾ ഈ പറഞ്ഞ ഈ DNA ടെസ്റ്റ് പുറത്തുവിടാത്തത് കൊണ്ട് പലരും വിശ്വസിച്ചു. ഇപ്പോൾ പുള്ളി തന്നെയാണ് ജെഫ്രി എന്നുള്ള ഒരു ഇത് പറയുന്നുണ്ട്. ഉദ്ദേശിച്ചത് പുള്ളി പിസ്സ എന്ന് ഉദ്ദേശിച്ചത് പി വെച്ചിട്ടുള്ള വേറെ എന്തെല്ലാം നീ പറയുന്നത്? എടാ അല്ല, അവര് ഇതുപോലെ നമുക്കറിയാം അവരുടെ അലിഗേഷൻ എന്താണെന്ന് അറിയാം. മൈനർ ആയിട്ടുള്ള പിള്ളേരെ ഇത് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയുള്ളവരെ എന്താ ബോയ്സിനെ വേറൊരു ബേഗലെന്നോ ഫീമെയിൽസിനെ പീച്ച അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ പുള്ളി പറയുന്നത് ഫ്രീ ബേഗൽ ഉണ്ടാവും, ഇതുപോലെ പീച്ചയുടെ കാര്യം, പിന്നെ ഫ്രീ ബോട്ടോക്സ്. പാം ബീച്ചിലുള്ള എല്ലാവർക്കും ഫ്രീ ബോട്ടോക്സ്. പിന്നെ അല്ല, അത് കേട്ടാൽ തന്നെ പറഞ്ഞൂടെ അതിനുമാര് അയാൾക്കറിയാം സംഭവം എന്തോന്ന്. അപ്പൊ ഇതൊക്കെ ഇവിടെ വന്നത് പറയണമെങ്കിൽ അയാള് 100% ആൾക്കാരെ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത് ട്രോൾ ചെയ്യുന്നതായിരിക്കണം. പക്ഷേ പുള്ളിയൊക്കെ ഇവൻ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സർപ്രൈസ് ആവത്തില്ല. കാര്യം ഇങ്ങനെ ആൾക്കാർ ചെയ്യാറുണ്ട്. ഇത്രയും ഫേമസ് ആണ്, ഇത്രയും വ്യൂ ഉണ്ട്, ചിലപ്പോൾ പുള്ളി റൺ ചെയ്തൊന്നും ഗവൺമെന്റ് തന്നെ ബാക്കപ്പ് ആയിട്ടുള്ളപ്പോൾ പിന്നെ ബാക്കപ്പ് എന്തോണം കാണിക്കാലോ. പിന്നെ ഇടയ്ക്ക് എനിക്ക് ഇയാളുടെ ഇത് കാണുമ്പോൾ തോന്നാറുണ്ട്, എനിക്ക് പെട്ടെന്ന് ജെഫ്രി എപ്സ്റ്റീൻ എന്നുള്ള ആദ്യം ആ കാറിൽ പോകുന്ന വീഡിയോയിൽ ശരിക്കും ഒരു ഫേസിൻ്റെ സാധനം എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു.
പക്ഷെ പിന്നെ വന്ന് ഇയാളെ കണ്ടുകൊണ്ടാണെന്ന് അറിയത്തില്ല. എനിക്കിപ്പോൾ ഇടയ്ക്ക് കാണുമ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് തോന്നി. ഇപ്പം ഇനി പെട്ടെന്നൊരു ഇമേജ് വരുന്നത് മണ്ടൻ പാം ബീച്ച് പീറ്റ് എന്നുള്ളൊരു സാധനം എൻ്റെ മൈൻഡിൽ വരുന്നത്. കമ്പയർ ടു ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞൊരു ആ ഒരു സാധനം വരുന്നില്ല. ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ക്യൂരിയസ് ആയിട്ടും എന്താ പറയുക ഒരു ഡാർക്ക് ഷെയ്ഡൊക്കെ നിൽക്കുന്ന ഒരു സാധനം പോലെ. പക്ഷേ ഇയാൾ വന്നിട്ട് അതും അറിയത്തില്ല കേട്ടോ, അത് മാനിപ്പുലേഷൻ ആണോ അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് അയാളുടെ ബുദ്ധിയാണോ എന്താ സംഭവം. ഇനിയിപ്പോൾ എല്ലാവരുടെയും മൈൻഡിലോട്ട് ഈ ഒരു പിക്ചർ കൊണ്ടുവന്നിട്ട് ഒരു എന്താ ബുദ്ധിയില്ലാത്ത പാം ബീച്ച് പീറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നാൽ രക്ഷപ്പെട്ടില്ല അയാൾ. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതൊക്കെ മിണ്ടായിരുന്നാൽ പോരായിരുന്നു. ഞാൻ ആലോചിക്കും അതെന്തിനാണത് അയാൾ വന്ന് എന്തിനാ പറയുന്നത്. അതായത് ഈ പറഞ്ഞ DNA പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ള കാര്യം അയാൾക്കങ്ങ് മിണ്ടാതിരുന്നാൽ പോരായിരുന്നു. ഇതിങ്ങനെ എനിക്കറിയത്തില്ല, അത് ജസ്റ്റ് അത് വെച്ച് അയാൾ മാർക്കറ്റ് ചെയ്യുന്നതാണോ ഒരു ചെറിയ സംശയമുണ്ട്. ഈ DNA അപ്പോൾ ആളുകൾ പിന്നെയും ക്യൂരിയസ് ആവും. എൻ്റെ DNA പുറത്ത് വിട്ടിട്ടില്ല, അപ്പോൾ ഓക്കെ അതിനെപ്പറ്റി അയാളെ പറ്റി കൂടുതൽ സംസാരിക്കാൻ തുടങ്ങും. അയാൾക്ക് പിന്നെയും കൂടുതൽ ഇത് പബ്ലിസിറ്റി കിട്ടും. ഒന്നെങ്കിൽ അങ്ങനെ, അല്ലാതെ ഞാൻ ചോദിച്ചാൽ ഇങ്ങനെ ഒരു സംഭവം അയാൾ ഒളിപ്പിക്കാൻ നോക്കുവാണെങ്കിൽ ഏതൊരാൾക്ക് മിണ്ടാതിരുന്നാൽ മതി. ഇങ്ങനെ അയാളുടെ DNA പുറത്തു വിടുന്നുള്ള ഗവൺമെൻറ് പുറത്തു വിടുന്നില്ല എന്നുള്ള കാര്യം. പക്ഷെ അയാൾ തന്നെ വന്ന് പറയുക ഇങ്ങനൊരു സംഭവം ഉണ്ട്, നിങ്ങളെല്ലാം പറ്റി സംസാരിച്ചു. അയാൾ അങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടും കൂടെ ഞാൻ പറഞ്ഞു എനിക്ക് ഡൗട്ടുണ്ട് അയാൾ അങ്ങനെ ഒരു സാധനം എടുത്തിട്ടുണ്ടോ. അത് പിന്നെയും ആൾക്കാരെ പൊട്ടന്മാരാക്കാനാണെങ്കിൽ നീ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അതിന് കാരണം ഓർക്കുന്നത് നമ്മൾ അന്ന് ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കുറേ നാൾ പിന്നെ ഇയാളുടെ ഇതൊന്നും ഇല്ലായിരുന്നു, അറ്റൻഷനൊക്കെ ഭയങ്കര കുറഞ്ഞായിരുന്നു ഇങ്ങേർക്ക്. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പോളിഗ്രാഫി ടെസ്റ്റിന് പോകുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ പയ്യൻ്റെ ലൈവ് സ്ട്രീമിൽ പോകുന്നത്. അതും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇയാൾ മറ്റേ മേയറിൻ്റെ സംഭവമായിട്ട് വന്നേക്കുന്നത്. സോ അപ്പോൾ എനിക്കൊന്ന് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു അറ്റൻഷൻ സീക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് പക്ഷേ എനിക്ക് തോന്നുന്നു ലെഫ്റ്റിൻ അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. ബ്രാൻഡ് കൊളാബറേഷൻ, പുള്ളി ഒരു ഗെയിം കളിക്കുന്നു, ആ ഒരു ഗെയിമിൻ്റെ ഒക്കെ പുള്ളി പ്രൊമോഷൻ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വ്യൂ ആണെന്ന് വെച്ചാൽ അത് പുള്ളി ഇടുന്നത് എന്താണെന്ന് കണ്ടിട്ടുണ്ടോ. മറ്റേ ഗാംബ്ലിംഗ് ആപ്പിൻ്റെ സാധനങ്ങൾ ചെയ്യുന്നത് ഒരു സ്റ്റേക്ക് അങ്ങനെ പറഞ്ഞ സാധനം. സ്റ്റേക്ക് തന്നെ അല്ലായിരുന്നു പേര്, സ്റ്റേക്ക് പോലത്തെ ബെറ്റിംഗ് ആപ്സിൻ്റെ സാധനങ്ങളാണ് പുള്ളി മറ്റേ ഫുള്ള് ഇത് ചെയ്യുന്നത്. കാരണം ശരി അവരെ പ്രൊമോട്ട് ചെയ്താൽ അവർ ഒത്തിരി കാശ് കൊടുക്കും. വേറെ ആര് കൊടുത്തില്ലെങ്കിൽ ഇതുപോലത്തെ ആപ്പുകൾ ഒത്തിരി 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 പൈസ പേർക്ക് കൊടുക്കും. സോ പുള്ളിക്ക് ഒരു വീഡിയോയ്ക്ക് ഇതുപോലെ 1 മില്യൺ 2 മില്യൺ പുള്ളി ഇതുപോലെ വൈറലായിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്നതിന് അതിലും കൂടുതൽ വ്യൂസ് ആവുന്നത്. സോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ബ്രാൻഡ് ക്ലോബ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ അസറ്റും കൂടും. പുള്ളി ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി അത് ക്ലബ്ബിൽ പോയിട്ട് പുള്ളി ചുമ്മാ നിൽക്കുമ്പോഴത്തേനും പെമ്പിള്ളാരൊക്കെ വന്നിട്ട് പുള്ളിനെ വട്ടം കൂടുവാണ് പാം ബീച്ച് പി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി ശരിക്കും വെബ്സൈറ്റാണെങ്കിൽ പുള്ളിക്ക് ലോട്ടറി അടിച്ചില്ലേ, ഫ്രീ കിട്ടി. അത് മാത്രമല്ലടാ ഭയങ്കര ഒരു സാധനം എന്ന് പറയുന്നത് ഏതോ ഒരു പണിയില്ലാത്തവരത്തിന് ഇതുപോലെ കണ്ടുപിടിച്ചു. അവനിരുന്ന് ഈ ഫയലിലൂടെ എല്ലാം പോയിട്ട് പുള്ളി പറയുന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ എപ്സ്റ്റീൻ ഒരു ട്വിൻ ഉണ്ടായിരുന്നു. സോ അപ്പോൾ അത് ഈവൻ ഫയൽസിലും പറയുന്നുണ്ട് ഇറ്റ് വാസ് നോട്ട് മീ ദാറ്റ് ഡേ, ഇറ്റ് വാസ് മൈ ബ്രദർ എന്നോ അതോ ട്വിന്നോ അങ്ങനെ എന്തോ ഒരു മെയില് എപ്സ്റ്റീൻ്റെ ഇതിൽ നിന്ന് ആർക്കും പോയിട്ടുണ്ട്. വെരിഫൈഡ് ആണ്, അത് വെരിഫൈഡ് ആണ്. ആ ഒരു വീഡിയോ ഞാൻ കണ്ട വീഡിയോയിൽ വെരിഫൈഡ് ആയിരുന്നു. സോ അവർ ഇതുപോലെ ട്വിൻ എന്തോ അങ്ങനെ പറഞ്ഞ റെഫറൻസ് വെച്ച് പോയിട്ട് അതിൽ ചെക്ക് ചെയ്യുമായിരുന്നു ആ ഫയലിൽ. അപ്പോൾ പറയുന്നത് ഇത് അന്ന് എന്താ അനിയനെ തട്ടിക്കളഞ്ഞു പിന്നെ എന്നിട്ട് അനിയൻ്റെ രൂപമാക്കിയിട്ട് ഇയാളെ പുറത്തിറക്കി. അപ്പോൾ ഇപ്പോൾ അനിയൻ ഇപ്പോൾ പാം ബീച്ച് പീറ്റ് കാരണം എന്താ പറയുക നമ്മൾ ഓർമ്മയുണ്ട് നമ്മളൊരു പാം ബീച്ച് പീറ്റ് ഒരു യൂട്യൂബറിൻ്റെ കാര്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ. പുള്ളിയൊക്കെ അത് കഴിഞ്ഞ് പുറത്തൊക്കെ വന്നായിരുന്നു. പുള്ളി പുറത്തൊക്കെ വന്ന് സ്വയമായിട്ട് പുള്ളിയുടെ ഇതൊക്കെ പറഞ്ഞായിരുന്നു എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, എന്നെ ആരും കൊന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പം ഒരു പുതിയ പാം ബീച്ച് പീറ്റ് ഇറങ്ങുന്നു, അത് ചിലപ്പോൾ എപ്സ്റ്റീൻ തന്നെ ആയിരിക്കും. എന്നിട്ട് അന്ന് പൂശി കളഞ്ഞ ചിലപ്പോൾ അന്നേരം പൂശിന്ന് ഇവിടെ ഉറപ്പ് ഇല്ല. ഞാൻ പറഞ്ഞ ഇല്ല കൊന്നു പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തതാണ്. റീപ്ലേസ് ചെയ്തില്ല, അന്ന് പുള്ളി തൂങ്ങിച്ചെന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഒരു എവിഡൻസ് ഇല്ലല്ലോ ആ സമയത്ത്, സെക്യൂരിറ്റി ക്യാമറ ഇല്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനെ മുക്കിയതായിരിക്കും. ഞാൻ അയാൾക്കൊന്നും പറ്റിയിട്ടൊന്നും ഈവൻ ട്വിൻ അല്ലെങ്കിൽ കൂടി അയാളെ പോലെ ഇരിക്കുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ അതൊക്കെ വലിയ പാടാണോ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ട്വിൻ എന്ന് പറഞ്ഞ ഒരു കോൺസ്പിറസിയിലാണ് എനിക്കും കൂടെ കുറച്ച് തോന്നുന്നത്. കാരണം ആലോചിക്കുക പാം ബീച്ച് ഇയാൾ ഫ്ലോറിഡയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇയാൾ ഫ്ലോറിഡയിൽ ഉണ്ടായിരുന്നു, ഇയാൾ ന്യൂയോർക്കിൽ ഉണ്ടായിരുന്നപ്പോൾ ഇയാൾ ന്യൂയോർക്കിൽ ഉണ്ടായിരുന്നു. പണ്ടത്തെ ഒരു ഫോട്ടോയുടെ റെഫറൻസ് ഒരു ബീച്ചിൽ നിന്ന് നടന്ന് കയറി വരുന്നത് അതുപോലത്തെ ഒരു ഫോട്ടോ ഇയാൾ കൊണ്ട് ചെറുപ്പത്തിൽ ഒരു മുടി വളർത്തിയ ഒരു ഫോട്ടോ ഉണ്ട് ഈ എപ്സ്റ്റീന്. അത് ആ സെയിം ഫോട്ടോ ഇയാൾക്കും ഉണ്ട്. ഇതുപോലെ ഒരു മുടി വളർത്തിയ ഫോട്ടോയാണ് റെഫറൻസിന് ആൾക്കാർ പറയുന്നത്. അതും എനിക്കറിയില്ല അത് എന്തുമാത്രം ലെജിറ്റാന്ന് അറിയില്ല. അതിൽ എപ്സ്റ്റീന് ഇത്ര മുടിയുണ്ട്, ഒരു ആഫ്രോ പോലത്തെ ഒരു മുടിയുണ്ട്, ആ സെയിം മുടിയുള്ള ഒരുത്തിന് ഇയാളുടെ കൂടെ നിൽപ്പുണ്ട്. സോ അപ്പോൾ അതാണ് ഇയാളുടെ ട്വിൻ, അവനാണ് ഇവൻ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയില്ല എന്തുമാത്രം ശരിയാണ്. പക്ഷെ എന്താണെങ്കിലും എന്തോ ഭയങ്കര നിഗൂഢമായൊരു സാധനം ഈ പുള്ളിയെ സ്പോട്ട് ചെയ്ത് എനിക്ക് ഗവൺമെന്റ് ഇടപെട്ടത് എനിക്ക് വലിയ ഡൗട്ട് വന്നത്. അത് വിടരുതെന്നൊക്കെ വന്ന് പറയുന്നതിൽ എനിക്ക് വലിയ ഡൗട്ട് വന്നത്. പക്ഷെ അതുവരെ എനിക്ക് ഗവൺമെന്റ് എന്താ പറഞ്ഞ ഈ അയാളുടെ DNA എന്തോ കൺഫ്യൂഷൻ ഉണ്ട്, പുറത്ത് വിടരുത് എന്ന് പ്രൈവറ്റ് ലബോറട്ടറിയോട് പറഞ്ഞതാ. മനസ്സിലായി. അതിനുവേണ്ടി ലീഗലി മൂവ് ചെയ്യുമെന്നും പുള്ളി പറഞ്ഞു. അത് എനിക്കറിയില്ല, പുള്ളി പറഞ്ഞത് പറ്റില്ല, അത് റിലീസ് ചെയ്യാൻ വേണ്ടി പുള്ളി എന്തുകൊണ്ടും ചെയ്യും. അപ്പോൾ പിന്നെ പുള്ളി സേഫ് ആയല്ലേ. പുള്ളി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഗവൺമെന്റ് സമ്മതിക്കാത്ത. ഇപ്പോൾ പുള്ളി മിണ്ടാതിരിക്കുമായിരുന്നു. ആലോചിച്ച് നോക്കിയേ, എങ്ങനെയാണെങ്കിലും അത് പുറത്ത് വരും.
ഇപ്പൊ മിണ്ടാതിരിക്കുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ ഡൗട്ട് വരും. ഇതാകുമ്പോൾ പിന്നെ ആൾക്കാർ ഗ്രേ ഷെയ്ഡിലായില്ലേ, അവളാണെന്ന് അറിയാൻ പറ്റില്ല. ആണെങ്കിൽ അത് പുറത്തു വന്ന സീനാവുമല്ലോ. പക്ഷെ പുള്ളി എപ്സ്റ്റീൻ ആണെങ്കിൽ പുള്ളീനെ ഇപ്പോൾ ഗവൺമെൻറ് ഇത്രയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുള്ളിയുടെ ഫേക്ക് DNA ചെയ്യാൻ എന്തോരം പാടുണ്ട്. പക്ഷേ ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനിയിലാണ് ചെയ്തേക്കുന്നത്. പ്രൈവറ്റ് ആയിട്ട് കമ്പനിയും അതോ ആരെങ്കിലേക്ക് ഓൺ ചെയ്യുന്നതാണല്ലോ അവർ. പ്രൈവറ്റ് ആയിട്ട് ഓൺ ചെയ്യുന്നത്. അപ്പം അവർ അങ്ങനെയുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിരിക്കും ഒന്നുകൂടെ എളുപ്പം എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളവരാണെങ്കിലും ചെയ്യാൻ പറ്റും. കാരണം പുള്ളി ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമെങ്കിൽ പുള്ളിയുടെ പവർ നമുക്ക് ഇമാജിൻ ചെയ്യാന്നുള്ളൂ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ അയാൾക്കൊരു ഇതായി, അയാൾ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ സമ്മതിക്കുന്നില്ല. അയാൾക്കൊരു ഇതായി, അയാൾക്കൊരു സ്ക്രിപ്റ്റാ പുള്ളിയുടെ. അത് ഉറപ്പല്ലേ. പുള്ളീനെ കണ്ടാൽ തന്നെ എന്താ പറയണേ, ഞാൻ ഇന്നും കൂടെ കുറച്ച് റിസർച്ച് ചെയ്തോളൂ. അപ്പോൾ പുള്ളിയും ഇന്ന് തമ്മിൽ ഒരു വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ടെക്നിക്കലി. ആ ഒരു വയസ്സും ഫിക്സ്ഡ് അല്ല. ഈ പുള്ളിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആർക്കും അറിയത്തില്ല പാം ബീച്ചിൻ്റെ. പക്ഷെ മറ്റേ പുള്ളി 73 50 സംതിങ് ഇല്ല, ഒരു വർഷത്തിൻ്റെ എക്സാക്ട് വ്യത്യാസമേ ഉള്ളൂ. പുള്ളി മരിച്ചപ്പോൾ 66 വയസ്സായിരുന്നു ജെഫ്രിക്ക്. ഇപ്പോൾ പാം ബീച്ചിന് 21 വയസ്സ്, എക്സാക്റ്റ് 5 വർഷം കഴിഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു സാധനം പെട്ടെന്നാണ് പൊങ്ങി വന്നത്, ഈ പാം ബീച്ച് ബീറ്റ് എന്നുള്ളൊരു സംഭവം. അതുവരെ അക്കൗണ്ട് ഇല്ലായിരുന്നു. അതിന് മുമ്പ് വേറെ ആളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് പാം ബീച്ച് ബീറ്റ് എന്നുണ്ടായിരുന്നു. പിന്നെ ആ ആളുടെ അറിവൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഇയാളുടെ പേരിൽ ഇപ്പോൾ അക്കൗണ്ടിൻ്റെ ഇതെടുത്ത് എബൌട്ട് ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റീസെൻ്റ്ലി തുടങ്ങിയ ഒരു അക്കൗണ്ട് അയാളുടെ. ഈ സാധനം ഒന്ന് ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എപ്സ്റ്റീനെതിരെ 2013-14 അലിഗേഷൻ വരുന്നു. അല്ല, അതിന് മുന്നേ ഉണ്ട്, 2000 സംതിങ്ങിലുണ്ട്. അത് കഴിഞ്ഞ് ഇത് ഭയങ്കര ടൈറ്റ് ആവുന്നു, പുള്ളി അറസ്റ്റ് ചെയ്യുന്നു, പുള്ളി മരിക്കുന്നു, 19 കോവിഡ് വരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഇതുമില്ല, ആരും ഒന്നും സംസാരിക്കുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഫയൽസ് പിന്നെ വരുന്നു, ഫയൽസ് റിലീസാവുന്നു. റിലീസായി കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് ഭയങ്കര ബൂമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പാം ബീച്ച് ബീറ്റിനെ സ്പോട്ട് ചെയ്യുന്നു, പിന്നെ എപ്സ്റ്റീൻ വരുന്നു. പിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താ ശരിക്കും ഇംപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല എനിക്ക്. ഇവരുടെ രണ്ടുപേരുടെ ഹൈറ്റ് സെയിം, രണ്ടുപേരും സെയിം സെന്റിമീറ്റർ, 183 സെന്റിമീറ്റർ രണ്ടുപേരുടെ ഹൈറ്റും. ഇത്രയും ഒരു ഡിഫറൻസ് പറഞ്ഞാൽ ഈ ചുണ്ടിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ എപ്സ്റ്റീൻ ഇച്ചിരിയോടെ ചുണ്ടിന്റെ ഭാഗം കുറച്ചുകൂടെ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ പുള്ളി ഇയാളുടെ ഭയങ്കര ചെറുതാ, അങ്ങനെ എന്തൊക്കെ കമ്പാരിസൺ പറഞ്ഞത്. അത് പ്രായമായില്ലേ, അതുകൊണ്ടല്ലായിരിക്കും. പ്രായമായ കണ്ടല്ലോ, അതിപ്പോ മാറ്റിയാലും മതിയല്ലോ, പിന്നെ കറക്ഷൻ ചെയ്താൽ അതും അയാൾ ചെയ്തില്ല എന്നുള്ളതാണ്. അയാളുടെ മുഖം കൊണ്ട് തന്നെ വന്നു. ഐ മീൻ അയാളാണെങ്കിൽ അറിയില്ലല്ലോ, അറ്റ്ലീസ്റ്റ് ടാനെങ്കിൽ ചെയ്ത് ഇച്ചിരി ബ്ലാക്ക് ഒക്കെ ആയിരുന്നു. ഇപ്പൊ പുള്ളി അല്ലെങ്കിൽ പുള്ളിക്ക് എന്തായാലും പുള്ളിക്ക് ടീമും ഉണ്ടാവുമല്ലോ. പുള്ളിയുടെ ബ്രാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്സ്റ്റീൻ പോലെ ഇരിക്കാന്നുള്ള. ഡെയിലി പുള്ളി എഴുന്നേക്കുന്ന തന്നെ എപ്സ്റ്റീനെ പോലെ എത്ര റെസംബിൾ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാനും നോക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുമ്പോഴാണെങ്കിലും ബിയർഡ് ആണെങ്കിലും ഒട്ടും വളർത്തരുത്, എല്ലാ സംഭവം സെയിം ചെയ്യണം, മുടിയാണെങ്കിലും അതുപോലെ വെക്കണം. അപ്പോൾ അതും ഉണ്ടാവും. പുള്ളി അല്ലെങ്കിൽ പുള്ളി ആണെങ്കിലും അല്ലെങ്കിലും പുള്ളി ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. പുള്ളി ഇപ്പോൾ ആണെന്ന് പറഞ്ഞാൽ അല്ലാന്ന് പറഞ്ഞാൽ ആൾക്കാർ പുള്ളിനെ കുറിച്ച് സംസാരിക്കും. പുള്ളി ഇപ്പോൾ പക്ഷെ പുള്ളി മേയർ റൺ ചെയ്യുന്നതിലൊന്നും എനിക്ക് വലിയ ഇതില്ല. എന്താണെങ്കിലും അയാൾ പാം ബീച്ച് ആണെങ്കിലും ജെഫ്രി ആണെങ്കിലും മേയർ റൺ ചെയ്യുന്നതിന് മാത്രം ഒന്നും ഇതില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ചുമ്മാ അല്ല, ഇയാള് മേയർ റൺ ചെയ്തിട്ട് ഇയാളെ എലക്ട് ചെയ്യുന്ന ആൾക്കാർ അപ്പൊ ആ നാടിന്റെ അവസ്ഥ ശരിക്കാണ്. പുള്ളി ഇത്രയും നാള് പുള്ളി ഒരു പബ്ലിക് ഫിഗർ അല്ലായിരുന്നു. പുള്ളിക്ക് ഒരു അക്കൗണ്ട് പോലും ഇല്ലായിരുന്നു. ഓൾ ഓഫ് എ സഡൻ പുള്ളി വന്നിട്ട് പുള്ളിക്ക് ഇപ്പോൾ മേയറും ആവണം. സോഷ്യൽ മീഡിയ പോലും ഇല്ലാത്ത ഒരാൾക്ക് വെക്കെന്ന് വന്ന് മേയറായിട്ട് ഇത് ചെയ്യണം. നമ്മളതല്ല എന്ന് പറഞ്ഞു. അതായത് അയാളെപ്പോലെ ഇത്ര സാമ്യമുള്ള ഒരാളെ, അതും പാമ്പിച്ച് താമസിക്കുന്ന ഒരാളെ ആരും കണ്ടിട്ടില്ല ഇതിനു മുന്നേ. അല്ലെങ്കിൽ ആരുമായിട്ടും ഇത്രയും ബില്യണേഴ്സ് ആയിട്ടൊന്നും ഇൻട്രാക്ഷൻ നടത്തിയിട്ടില്ല, ആരും ഇതുവരെ പറഞ്ഞ് കളിയാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓക്കെ, സോ നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ എത്ര പേര് പാം ബീച്ച് പി എപ്സ്റ്റീൻ ആണ് അല്ലെങ്കിൽ അതർ വേ അറൗണ്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞറിയിക്കുക. മേ ബി നിങ്ങൾ തന്നെ ആയിരിക്കത്തില്ല, മേ ബി കുറേ പേരുണ്ടാവും. സോ അതാണ് ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ പുള്ളിയുടെ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റും സംഭവം വരുവാണെങ്കിൽ നമ്മൾ വീണ്ടും മേ ബി ഫ്യൂച്ചറിൽ സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയിട്ട് ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള കുറേ ടോപ്പിക്കും സംഭവം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സ്, ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ തന്നെയാണെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സും തോട്ട്സും ഉണ്ടെങ്കിൽ പറഞ്ഞറിയിക്കുക. ആൻഡ് ദെൻ എന്തെങ്കിലും സജഷൻസ് സംഭവം ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു. കാര്യം ഞങ്ങൾ ഓപ്പൺ ആണ്. ആൻഡ് ദാറ്റ് ബീങ് സെഡ്, ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ റാപ്പപ്പ് ചെയ്യാണ്. സോ ഇനി അടുത്ത ആഴ്ചയിൽ വീണ്ടും വേറെ പോഡ്കാസ്റ്റ് കാണാം. സോ എല്ലാവരും ടേക്ക് കെയർ, ബൈ. Bye guys.